ചേച്ചി മരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ആഘോഷങ്ങളൊന്നും വേണ്ട. ഈ വീട്ടിലെ സന്തോഷമൊക്കെ തിരിച്ചു വരുന്നതിന് ഈ ഓണം നല്ലൊരു സമയമാണെന്ന് എനിക്ക് തോന്നി. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞാൻ കുറേ നാൾക്ക് ശേഷം ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ചേച്ചിൻ്റെ മരണവാർത്ത അറിഞ്ഞാണ്. ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ്. ആ ചേച്ചിയുടെ മരണത്തിന് കാരണക്കാരി ആവണിയാണെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടിയതാ. അല്ലാതെ എനിക്ക് ആവണിയുടെ ദേഷ്യമൊന്നുമില്ല. പക്ഷേ ആ ദേഷ്യത്തെ ഞാൻ ഓരോന്ന് കാണിച്ചു തുടങ്ങിയപ്പോൾ ആവണി പ്രതികരിച്ചു തുടങ്ങി. ഒപ്പം ത്രിവേണിയും. അതൊക്കെ എൻ്റെ വാശി കൂട്ടി. അങ്ങനെ സംഭവിച്ചതാ ഇതൊക്കെ. ആവണി എന്നോട് ക്ഷമിക്കണം. പിന്നെ ഞാൻ എല്ലാവരെയും വിളിച്ചത് ആവണിയുടെ ഒരു കാര്യം പറയാൻ പോവാ. എല്ലാവരും കേൾക്കണം. ആവണി, നീ വിചാരിക്കും പോലെ നിന്റെ ജോലി കളഞ്ഞത് മോഹനല്ല. അത് ചെയ്തത് ഞാനാ. ഇപ്പോഴത്തെ ആവണിയും മോഹനും തമ്മിലുള്ള പ്രശ്നം അന്ന് ഓഫീസിൽ വിജിലൻസ് വന്നപ്പോൾ അതേ ദിവസം മോഹനനും അവിടെ വന്നിരുന്നു. അപ്പോൾ ആവണി വിചാരിച്ചു മോഹനാണ് ഇതൊക്കെ ചെയ്തതെന്ന്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾ ഒരുമിക്കുന്ന കണ്ടപ്പോൾ നിന്റെ ജോലി കളയാൻ വേണ്ടി എന്നെക്കൊണ്ട് സാധിക്കില്ലെന്ന് എല്ലാവരും വെല്ലുവിളിച്ചപ്പോൾ എന്തിന്? നിന്റെ അച്ഛൻ പോലും പറഞ്ഞില്ലേ, നിന്റെ അച്ഛൻ പോലും മരണപ്പെട്ടാലും നീ നിന്റെ ജോലി ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വാശി കൂടിയാവണി. പിന്നെ നിന്റെ ജോലി കളയണമെന്നുള്ള ലക്ഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് ഞാനങ്ങ് നടത്തി. അവനെ നീ വിചാരിക്കും പോലെ മോഹനല്ല നിന്റെ ജോലി കളഞ്ഞത്, ഞാനാ.